സന്ധ്യയ്ക്കുള്ള നാമജപവും കഴിഞ്ഞ് കത്തിച്ചു വച്ചിരിക്കുന്ന നിലവിളക്കിന് സമീപത്തുള്ള ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരിക്കുകയാണ് സാവിത്രിയമ്മ. നെറ്റിയിലെ നീട്ടിവരച്ച ഭസ്മവും നീണ്ടു വളർന്നു കിടക്കുന്ന നരബാധിച്ച നീളൻ മുടിയിഴകളിൽ തുളസിക്കതിരും തന്നെ അവരിലെ ഐശ്വര്യം കൂട്ടാൻ പോന്നവയായിരുന്നു. 60നോടടുത്ത് പ്രായമുണ്ടെങ്കിലും പ്രായത്തിൻ്റെതായ ഒരു കുറവുകളും ഇല്ലാതെ ആകെ ഒരു പ്രസരിപ്പാണ്. നേരിയ തോതിൽ വിറകൊള്ളുന്ന ചുണ്ടുകൾക്കുള്ളിൽ ഏതോ സന്ധ്യാകീർത്തനം മെല്ലെ ഉരുവിട്ട് കൊണ്ടവർ ആ ചാരുകസേരയിൽ മെല്ലെ ചാഞ്ഞിരിക്കുമ്പോഴാണ് അകത്തുനിന്ന് തനിക്ക് അടുത്തേക്ക് നീണ്ടുവരുന്ന ആ പാദസര കിൽക്കം അവർ കേൾക്കുന്നത്. ഉടനടി ആ വൃദ്ധയുടെ ചുണ്ടുകൾ ഒരു നറുമധുര പുഞ്ചിരി തൂകി. കുട്ടിയെ! നീട്ടിയുള്ള ആ വിളിയിൽ ഒരു മറയ്ക്കപ്പുറം നിന്നവൾ മെല്ലെ തലമാത്രം പുറത്തേക്കിട്ട് നോക്കുമ്പോൾ അത് മനസ്സിലായതുപോലെ സാവിത്രി കൈകൊണ്ട് അവളെ തനിക്കരികിലേക്ക് വിളിച്ചു. "ഇതിനാ കുട്ടിയെ പാത്തും പതുങ്ങിയും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കണേ? നിന്റെ മുന്നിലേക്ക് വരാൻ നിനക്ക് വല്ല വിലക്കും കൽപ്പിച്ചിട്ടുണ്ടോ ഞാൻ?" അല്പം കളിയായും അല്പം കാര്യമായും അവർ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ അവൾ മെല്ലെ മുഖം താഴ്ത്തുമ്പോൾ കണ്ടുനിന്ന അവർക്ക് അവളോട് അതിയായ വാത്സല്യമാണ് തോന്നിയത്. "ഇവിടെ വന്നിരിക്കെ കുട്ടി." ആ ആജ്ഞ വരുമ്പോൾ മറുത്തൊന്നും പറയാതെ അവൾ ആ ഉമ്മറപ്പടിയിലായി സ്ഥാനം ഉറപ്പിച്ചു. ഇവൾ ശിവദ. നീണ്ടു മെലിഞ്ഞ ശരീരത്തിന് അഴക് ഏകാൻ എന്നോണം ചുറ്റിയിരിക്കുന്ന ചുവപ്പ് നിറത്തിലുള്ള ധാവണി, നിതംബം മറഞ്ഞു കിടക്കുന്ന കറുത്ത മുടിയിഴകളാണ് അവളുടെ സൗന്ദര്യത്തിന്റെ ഉറവിടം. എന്നാൽ തൂവെള്ള നിറമല്ല അവൾക്ക്. മാനവർ ഇപ്പോഴും പുച്ഛിച്ചു തള്ളുന്ന കറുപ്പ് നിറമാണ്, തനി എണ്ണക്കറുപ്പ്. നെറ്റിയിലെ കളഭപ്പുറിയും നീണ്ട നാസികയിൽ പതിഞ്ഞു കിടക്കുന്ന ഒറ്റക്കൽ മൂക്കൂത്തിയും വിടർന്ന ചുവന്ന അധരങ്ങളും അവൾക്ക് വല്ലാത്തൊരു അഴക് തന്നെയാണ്. വലത് കൈ ഇടം മുട്ടിൽ അമർത്തി പടിപ്പുരയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന അവളെ തന്നെയായിരുന്നു സാവിത്രിയമ്മയുടെ കണ്ണുകൾ. തൻ്റെ മൂത്ത മകനായ സേതുകൃഷ്ണന്റെ ഇളയ മകളാണ് ശിവദ. തൻ്റെ മക്കളും ചെറുമക്കളും ഒക്കെ അവരുടെ ഇഷ്ടപ്രകാരം മറുനാട്ടിലെ ആഡംബരം മോഹിച്ചു പോയപ്പോൾ തനിക്കും തൻ്റെ ഭർത്താവിനും കൂട്ടായി തന്നിട്ട് പോയതാണ് തൻ്റെ മകൻ ഇവളെ. അതൊരിക്കലും തങ്ങളോടുള്ള അമിത സ്നേഹം കൊണ്ടായിരുന്നില്ല, പകരം തങ്ങളെക്കാൾ നിറം കുറഞ്ഞ സ്വന്തം മകളോടുള്ള അവജ്ഞ. സേതുവും ഭാര്യ വിനീതയ്ക്കും ആദ്യം പറഞ്ഞ അവരുടെ പൊന്നോമനയാണ് പല്ലവി എന്ന പവി. അവൾക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ അവരുടെ സന്തോഷത്തിലേക്ക് കടന്നു വന്നതാണ് ശിവമോള്. സന്തോഷം മാത്രം നിറഞ്ഞാടിയ കുടുംബത്തിൽ താളപ്പിഴകൾ വന്നു തുടങ്ങിയത് അതിൽ പിന്നെയായിരുന്നു. പവിയെ ഓരോ തവണയും സേതുവും നിതയും ചേർത്ത് നിർത്തുമ്പോഴും ശിവയെ അവർ എല്ലാത്തിൽ നിന്ന് തഴഞ്ഞുകൊണ്ടിരുന്നു. കാരണം തിരക്കിയ തങ്ങൾക്ക് അവർ തന്ന മറുപടി അവളുടെ ഈ മങ്ങിയ നിറമാണത്രേ. അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷവും സ്നേഹച്ചൂടും അറിയേണ്ട സമയം എൻ്റെ കുട്ടി അറിഞ്ഞത് അവരുടെ ആട്ടും തുപ്പുമായിരുന്നു. അവരുടെ ഈ നില തന്നെയായിരുന്നു താനും തൻ്റെ ഭർത്താവും ഒഴികെ എല്ലാ കുടുംബാംഗങ്ങൾക്കും. ഒരു തെറ്റും ചെയ്യാതെ ആ കുഞ്ഞിനെ കേവലം നിറത്തിൻ്റെ പേരിൽ ക്രൂശിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ പൊതിഞ്ഞു പിടിച്ചത് തങ്ങളായിരുന്നു. ഒന്നിനോടും ഒരു പരാതിയും പറയാതെ ഇന്നും ഞങ്ങളോടൊപ്പം പരിഭവമേതുമില്ലാതെ കഴിഞ്ഞു പോകുന്നു. "നീ എന്താ സാവിത്രി ഈ ആലോചിച്ചു കൂട്ടണേ?" മുന്നിൽ നിന്ന് കേട്ട ആ ശബ്ദമാണ് സാവിത്രി അമ്മയെ നേരം വേട്ടയാടിക്കൊണ്ടിരുന്ന ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. നോക്കുമ്പോൾ മുന്നിൽ കൃഷ്ണവാര്യർ, തൻ്റെ ഭർത്താവാണ്. അയാൾക്ക് പിറകിലായി തന്നെ നോക്കി അവളും നിൽപ്പുണ്ട്. "ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്നൊക്കെ. കുട്ടി കഴിക്കാൻ എന്താച്ചാ എടുക്ക, കഴിച്ചിട്ട് കിടക്കാം." ആകെ ഒരു മടുപ്പ് പോലെ. "ഓ മുത്തശ്ശി." അത് കേൾക്കാൻ കാത്തു നിന്നതുപോലെ അവൾ വേഗത്തിൽ അകത്തേക്ക് കയറുമ്പോൾ സാവിത്രിയുടെ കണ്ണുകൾ വന്നു നിന്നത് വാര്യർക്ക് നേരെയാണ്. "പഴയതൊന്നും ആലോചിച്ചിരുന്നിട്ട് ഇനി ഒരു കാര്യമില്ല സാവിത്രി. നമ്മുടെ കുട്ടിക്ക് നമ്മളുണ്ട്, അത് മതി." അല്പം ഗൗരവത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് കടക്കുമ്പോൾ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് സാവിത്രിയും മെല്ലെ ഉള്ളിലേക്ക് നടന്നു. പരന്ന സ്റ്റീൽ പാത്രത്തിൽ ആവി പാറുന്ന പൊടിയരിക്കഞ്ഞിയും ചമ്മന്തിയും പയർ മെഴുക്കുവരട്ടിയും ചുട്ട പപ്പടവുമായി വാര്യർക്കും സാവിത്രിക്കും വിളമ്പിക്കൊടുത്ത ശേഷം അവളും മെല്ലെ അവർക്കൊപ്പം ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. "സാവിത്രി, ബാലന്റെ ഫോൺ കോൾ ഉണ്ടായിരുന്നു ഇന്ന്. അവനൊരു വിശേഷം പറയാൻ വിളിച്ചതാ." അത്രയും നേരം നീണ്ടുനിന്ന മൗനത്തെ മുറിച്ചുകൊണ്ട് വാര്യർ സംസാരത്തിന് തുടക്കം കുറിക്കുമ്പോൾ സാവിത്രിയമ്മയുടെ കണ്ണുകൾ അയാൾക്ക് നേരെ നീണ്ടു. എന്നാൽ അപ്പോഴും അവൾ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. "എന്തേ ഇപ്പോ ഒരു വിളി?" "വേറൊന്നുമില്ല. ഈ കൊല്ലത്തെ ഓണം ഇവിടെ ആഘോഷിക്കണമെന്ന് പിള്ളേർക്ക് വാശിയാണത്രേ. അതുകൊണ്ട് എല്ലാവർക്കും ഈ കൊല്ലം ഇവിടെ കൂടാന്നാ അവൻ പറയണേ. അതുമാത്രമല്ല, നന്ദൂട്ടൻ ഉടനെ വരണുണ്ടത്രേ. അവൻ മാത്രമല്ല, അവന്റെ 1-2 കൂട്ടുകാരും ഉണ്ടാവൂന്ന ബാലൻ പറഞ്ഞത്." അത് കേൾക്കെ സാവിത്രി അമ്മയുടെ കണ്ണുകൾ അതിശയത്തോടെ വിടരുമ്പോൾ ശിവയിൽ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. കയ്യിലിരുന്ന സ്പൂൺ പോലും വിറയലോടെ പാത്രത്തിലേക്ക് വീണുപോയി. എന്താ എന്താ കുട്ടിയെ?" സാവിത്രി വേഗം അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. "ഏയ് ഒന്നുമില്ല മുത്തശ്ശി. നിക്ക് മതി."
അവരെയും നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് പാത്രവും എടുത്ത് അവൾ വേഗം അകത്തേക്ക് പായുമ്പോൾ അവർ വീണ്ടും തങ്ങളുടെ ചർച്ച തുടർന്നു. തുറന്നു കിടക്കുന്ന ജനൽത്തടിയിൽ മുറുകെ പിടിച്ച് വിദൂരതയിലേക്ക് മിഴികൾ പായിച്ചു നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ മെല്ലെ ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. പുറത്തുനിന്ന് വീശിയടിക്കുന്ന കാറ്റിന് പോലും അവളുടെ മനസ്സിനെ തണുപ്പിക്കാൻ കഴിയാതെ നിരാശയോടെ പിൻവാങ്ങുമ്പോൾ ആ ഉള്ളം വിങ്ങുന്നുണ്ടായിരുന്നു. നീ എന്താടി കണ്ണാടിയൊന്നും നോക്കാറില്ലേ? അതോ എന്നെ കളിയാക്കുവാണോ? അയ്യ, കണ്ടാലും മതി പ്രേമം തോന്നാൻ പറ്റിയ ഒരു മുതല്. ആദ്യം പോയി ഈ കരിക്കട്ട പോലുള്ള നിന്റെ നിറമൊന്ന് മാറ്റി നീ. ശേഷം എന്നെ പ്രണയിക്കാം. അല്ലെങ്കിൽ തന്നെ ഈ ത്രിലോകിന്റെ പാതിയാവാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. കൂടി നിൽക്കുന്നവരുടെ മുന്നിൽ വെച്ച് ഒരു പുച്ഛത്തോടെ അവനത് പറയുമ്പോൾ പിടഞ്ഞുപോയി ആ കുഞ്ഞു ഹൃദയം. ഓർമ്മകളിൽ വീണ്ടും വീണ്ടും ആ മുറിവിൽ നിന്ന് ചോര കിനിയുന്നതായി തോന്നി അവൾക്ക്. എന്തിനാ മഹാദേവ ഈ സാധുവിനെ ഇങ്ങനെ പരീക്ഷിക്കണത്? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അറിഞ്ഞുകൊണ്ട് ആരെയും നോവിച്ചിട്ടില്ല ഇന്നുവരെ. എന്നിട്ടും നിക്ക് മാത്രം എന്താ അങ്ങനെ? ഒഴുങ്ങിയിറങ്ങുന്ന കണ്ണുനീരിനൊപ്പം ആ അധരങ്ങൾ പോലും വിറകൊണ്ടു. ഇല്ല, അർഹതയില്ലാത്ത ഒന്നിനു മുന്നിലേക്കും ഈ ശിവ ഇനി പോയി നിൽക്കില്ല. മുത്തശ്ശിക്കും മുത്തശ്ശനുമൊപ്പം മരണം വരെ ഇവിടെ ഒതുങ്ങിക്കൂടിയാൽ മാത്രം മതി നിക്ക്. വലം കൈയാൽ കണ്ണുനീർ തുടച്ചു നോക്കിക്കൊണ്ടവൾ മെല്ലെ തിരിഞ്ഞു നടക്കുമ്പോൾ വിധി അവൾക്കായി ഒരുക്കി വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. പുലർക്കാലെ കേൾക്കുന്ന കിളികളുടെ മധുര ശബ്ദവും ശ്രവിച്ചുകൊണ്ടവൾ തൊടിയിലേക്ക് ഇറങ്ങി. മത്തനും പടവലവും വെണ്ടയും ചീരയും ഒക്കെ വളരെ വൃത്തിയിലും ഭംഗിയിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ തടമെടുത്ത് പ്രത്യേകം പ്രത്യേകം രീതിയിലാണ് നട്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ അല്പം മാറി വാഴയും കപ്പയും നട്ടിട്ടുണ്ട്. ധാവണിത്തുമ്പ് ഇടുപ്പിൽ കുത്തിക്കൊണ്ട് അവൾ കയ്യിലിരുന്ന ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് വലത് കൈയിലേക്ക് ചേർത്ത് ഓരോന്നിനായി ചിക്കി ചിക്കി ഒഴിക്കാൻ തുടങ്ങി. മോൾ അതവിടെ വെച്ച് ഇതൊക്കെ ചെയ്യാൻ ഞാനില്ലേ ഇവിടെ? വാര്യർ സാർ എങ്ങാനും കണ്ടോണ്ട് വന്നാ നിന്റെ പണിയാ കുട്ടി വെള്ളത്തിലാകുന്നത്. പണിക്കാരൻ വാസു അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് വെപ്രാളപ്പെട്ട് അത് പറയുമ്പോൾ അവൾ ഒരു പുഞ്ചിരിയോടെ ആ ബക്കറ്റും വെള്ളവും അയാൾക്ക് കൈമാറി. ശേഷം തൊടിയിൽ നിന്ന് ഇന്നത്തേക്ക് വേണ്ടുന്ന ചീരയും വെണ്ടയും മുറിച്ചെടുത്തുകൊണ്ട് കിണറ്റിൻകര ലക്ഷ്യം വെച്ച് നടന്നു. മോളെ, കിണറ്റിൽ നിന്ന് വെള്ളം കോരി കയ്യിൽ ഇരുന്ന ചീരയും വെണ്ടയും നന്നായി കഴുകിയെടുക്കുമ്പോഴാണ് പുറം പണിക്ക് നിൽക്കുന്ന നീലൻ അവിടേക്ക് വന്ന് വിളിക്കുന്നത്. അവൾ വേഗം അയാൾക്ക് നേരെ തിരിഞ്ഞു. എന്താ നീലേട്ടാ? കുഞ്ഞെ, വാര്യർ സാറ് കുറച്ച് പുഴമീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ ഇന്നത്തെ അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. നാളെ എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കൊണ്ട് എത്തിച്ചോളാം. അവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ കയ്യിലിരുന്ന കൂട അവൾക്ക് നേരെ നീട്ടുമ്പോൾ അവൾ നേരിയ സംശയത്തോടെ അത് വാങ്ങി. അപ്പോഴാണ് വാര്യർ അവിടേക്ക് വന്നത്. അത് കണ്ട് അയാൾ വേഗം ബഹുമാനത്തോടെ ഉടുത്തിരുന്ന മുണ്ടിന്റെ കുത്തഴിച്ചുകൊണ്ട് നേരെ നിന്നു. ആ, നീലം വന്നോ? എന്തായി, കിട്ടിയോ? വാര്യർ അയാൾക്കടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഉവ്വ് അങ്ങന്നേ, മോളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട്. അതിനു മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് വാര്യർ ഒരു നോട്ടെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. അതിന് നിറഞ്ഞ പുഞ്ചിരിയോടെ അതും വാങ്ങി സന്തോഷത്തോടെ നീലൻ മടങ്ങി. അല്ലെങ്കിലും ചെയ്യുന്ന പണിയേക്കാൾ അധികം കൂലിയാണ് വാര്യർ കൊടുക്കാറ്. അതിലപ്പുറം ഗൗരവം കലർന്ന സ്നേഹവും. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർക്കൊക്കെ അത്രയും ബഹുമാനവും സ്നേഹവുമാണ് വാര്യരോടും ആ കുടുംബത്തോടും. മോളെ, കുടംപുളിയിട്ട് വറ്റിച്ചാൽ മതി കേട്ടോ. പിന്നെ കുറച്ചെടുത്ത് അവന് ഇഷ്ടമുള്ളതുപോലെ ഫ്രൈ ചെയ്. ചെക്കൻ ഇനി പുതിയ ശീലങ്ങളും രീതികളുമൊക്കെ ആയോ ആവോ. അയാൾ അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ അവളുടെ ചോദ്യവും വന്നു. ഇന്നതിന് വിരുന്നുകാരുണ്ടോ മുത്തശ്ശ? ആരാ വരണേ? അവളുടെ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് സംശയമായിരുന്നു. അത് കേട്ട് അയാൾ ഒരു ചിരിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞു. നിന്റെ കുട്ടിയെ, നീ ഇത്ര വേഗം അത് മറന്നോ? ഇന്നല്ലേ നന്ദൂട്ടം വരണത്. വേഗം പോയി എന്താന്ന് വെച്ചാൽ കാലാക്കാൻ നോക്കൂ. അവൾക്കുള്ള മറുപടിയും കൊടുത്തുകൊണ്ട് അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ കാലിൽ വിലങ്ങ് വീണതുപോലെ നിന്നുപോയി അവൾ. നെഞ്ചിൽ ആകെ ഒരു കൊള്ളിയാൻ പോലെ. കുട്ടിയെ, ഉമ്മറത്ത് നിന്നുള്ള സാവിത്രിയമ്മയുടെ വിളിയാണ് അവളെ ഉണർത്തിയത്. ദേ വരണു മുത്തശ്ശിയെ. തൻ്റെ ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ടവൾ അകത്തേക്ക് കയറി. ഉച്ചക്കത്തേക്കുള്ള പണികളെല്ലാം തീർത്തു കഴിഞ്ഞ് പിന്നാമ്പുറത്തെ കട്ടളപ്പടിയിൽ ഇരിക്കുകയാണ് അവൾ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കൂട്ടിനെത്തുന്ന പലവിധ ചിന്തകൾ ഇന്നും അവളുടെ ഉള്ളത്തെ മെതിച്ചുകൊണ്ടിരുന്നു. കുട്ടിയെ, നല്ല മഴക്കോളുണ്ട്. ഉമ്മറത്തിരിക്കുന്ന തൈരുമുളകെടുത്ത് അകത്തേക്ക് വെക്കുക. മഴ പെയ്താൽ എല്ലാം നനയും. ഹാളിൽ നിന്നുള്ള സാവിത്രിയമ്മയുടെ ആ വിളിയിൽ അവളൊരു ഞെട്ടലോടെ ചുറ്റും നോക്കി. അപ്പോഴാണ് പുറത്തെ മഴ കൂരാപ്പും വീശിയടിക്കുന്ന കാറ്റും അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഓ മുത്തശ്ശിയെ, ദേ പോവുക. അവൾ ഹാളിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് തിടുക്കത്തിൽ എഴുന്നേറ്റ് പിന്നാമ്പുറം വഴി മുന്നിലെ മുറ്റത്തേക്ക് കടന്നു. സമയം 1:30 അടുത്തിട്ടേ ഉള്ളൂ. എങ്കിലും സന്ധ്യ മയങ്ങിയ മട്ടാണ്. ആകെ ഇരുണ്ടു മൂടി കിടപ്പുണ്ട്. അതോടൊപ്പം ശക്തമായ കാറ്റും നേരിയ മിന്നലും. അവൾ അല്പം വേഗത്തിൽ തന്നെ ഉമ്മറത്തേക്ക് വന്നതും അതിവേഗത്തിൽ ഒരു കാർ ആ നടുമുറ്റത്തേക്ക് വന്നു നിന്നതും ഒന്നിച്ചായിരുന്നു.
ഒരു വേള അവളുടെ ശ്രദ്ധ അവിടേക്കായി. സാവിത്രിയെ, ദേ നന്ദൂട്ടൻ വന്നു. ഉമ്മറത്തെ ചാരു കസേരയിലിരുന്ന വാര്യർ അകത്തേക്ക് നോക്കി വിളിച്ചു പറയുമ്പോൾ ആ ശബ്ദം ശിവയുടെ കാതുകളിലാണ് തുളഞ്ഞു കയറിയത്. നട്ടലിലൂടെ ആകെ ഒരു തരിപ്പ് പോലെ തോന്നി അവൾക്ക്. വന്നോ എൻ്റെ കുട്ടി? സാവിത്രി അമ്മ വേഗം ഉമ്മറപ്പടിയും കടന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ പെട്ടെന്നാണ് ഭൂമിയെ നനയിച്ചുകൊണ്ട് മഴത്തുള്ളികൾ പെയ്തിറങ്ങിയത്. ശിവ വേഗം ഒരു ഞെട്ടലോടെ മുറ്റത്തിരുന്ന മുറവുമെടുത്ത് പിന്നിലേക്ക് നീങ്ങി. നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്ന് അവൻ പുറത്തേക്കിറങ്ങി. ബ്ലാക്ക് ഷർട്ടും ഐസ് ബ്ലൂ ജീൻസും ഇട്ടൊരു ആരോഗ്യ ദൃഢഗാത്രനായൊരു ചെറുപ്പക്കാരൻ. വിരിഞ്ഞ ശരീരം, ഗൗരവമൂർന്ന മുഖത്ത് പിരിച്ചു വച്ചിരിക്കുന്ന കട്ടിമീശ, കയ്യിൽ പതിഞ്ഞു കിടക്കുന്ന ഇടിവളയും കൂടെയാകുമ്പോൾ വല്ലാത്തൊരു പൗരുഷമായിരുന്നു അവനിൽ. ഒരു വേള തന്റെ ഹൃദയമിടിപ്പ് പോലും ദ്രുതഗതിയിലാകുന്നത് ശിവ അറിയുന്നുണ്ടായിരുന്നു. അവൾ പിന്നെ അവിടെ നിൽക്കാതെ വേഗത്തിൽ പിന്നിലേക്ക് പോയി. അടുക്കള വശത്തെ ചുമരിലായി ചാരി നിൽക്കുകയാണ് അവൾ. മുറുകെ അടച്ചിരിക്കുന്ന കണ്ണുകൾ. തന്റെ ഹൃദയമിടിപ്പ് സാവധാനത്തിലാക്കാൻ ശ്രമിക്കുന്തോറും പരാജയപ്പെടുന്നതായി തോന്നി അവൾക്ക്. കുട്ടിയെ, പ്രതീക്ഷിച്ചതാണെങ്കിലും ആ വിളിയിൽ അവൾ ആകെ ഒന്ന് വിറച്ചുപോയി. ഒന്നിങ്ങോട്ട് വരിക. അതുകൂടെ ആയതും ശിവ ആകെ വിറയ്ക്കാൻ തുടങ്ങി. നിന്റെ മഹാദേവ, എന്തിനാ ഈ പരീക്ഷണം? ഒന്ന് വിതുമ്പിപ്പോയി അവൾ. ശേഷം കണ്ണുകളൊന്ന് മുറുകെ അടച്ചു തുറന്നുകൊണ്ട് മെല്ലെ മുന്നോട്ട് നടന്നു. എന്റെ മുത്തശ്ശി, ഞാനൊന്ന് വന്നതല്ലേ ഉള്ളൂ. ബാക്കി വിശേഷമൊക്കെ പിന്നെ ആവാം. ഞങ്ങൾ പോയെന്ന് ഫ്രഷ് ആകട്ടെ, എന്നിട്ട് ഒന്നിച്ചിരുന്ന് ഊണ് കഴിക്കാം. പുറത്തു നിന്നുള്ള ആ കടുകട്ടി സ്വരം കാതിൽ പതിയുമ്പോൾ കാലുകൾക്ക് ബലം നഷ്ടം വന്നതുപോലെ നിന്നുപോയി അവൾ. അതോടൊപ്പം ആരോ ഉള്ളിലേക്ക് വരുന്ന കാൽപെരുമാറ്റം കൂടെ ആയതും അവൾ പെട്ടെന്ന് കോണിപ്പടിയുടെ മറവിലേക്ക് ഒതുങ്ങി നീങ്ങി. പടപടാന്ന് ആരൊക്കെയോ കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോകുന്ന ശബ്ദം പൂർണ്ണമായും നിലച്ചപ്പോഴാണ് അവൾ മെല്ലെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നത്. ശേഷം പതിയെ ഉമ്മറത്തേക്ക് ഇറങ്ങി. ആഹാ, നീ ഇപ്പോഴാ വരണേ? അവൻ ദേ ഇപ്പൊ അങ്ങോട്ട് മുകളിലേക്ക് പോയേ ഉള്ളൂ. മുത്തശ്ശിയുടെ ആ വാക്കുകൾക്ക് മുന്നിൽ അവൾ മെല്ലെ മുഖം താഴ്ത്തി. എന്റെ കുട്ടിയെ, നിന്റെ ഈ പേടിയും ഭയവും ഒക്കെ എപ്പോഴാ ഒന്ന് മാറണത്? ദേ ഇവിടെ നോക്കിയേ, എല്ലാരെയും ഭയക്കണത് പോലെ അവനോട് വേണ്ടാട്ടോ ഈ ഭയം. നിന്റെ വേളിയാ അവൻ. താഴ്ന്നിരുന്ന അവളുടെ മുഖം മെല്ലെ തനിക്ക് നേരെ ഉയർത്തിക്കൊണ്ട് മുത്തശ്ശി വാത്സല്യത്തോടെ അത് പറയുമ്പോൾ തറഞ്ഞു നിന്നുപോയി അവൾ. കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ടതുപോലെ ആ കുഞ്ഞു ശരീരം പോലും ഒന്ന് വിറച്ചു.